ഹൈപ്പർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പരിധിക്കപ്പുറം അല്ലെങ്കിൽ അതിരുകൾ ഭേദിക്കുക എന്നൊക്കെയാണ്. അതായത് ദൈവവചനത്തിന്റെ നിയന്ത്രണങ്ങൾക്കും പരിധികൾക്കും അതിരുകൾക്കും അപ്പുറത്തേക്ക് യാത്ര ചെയ്യുക എന്ന് ചുരുക്കം. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ നമ്മൾ ഭൂതകാലത്ത് ചെയ്ത പാപങ്ങളും വർത്തമാനകാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളും ഭാവി കാലത്ത് ചെയ്യുവാൻ പോകുന്ന പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അപകടകരമായ ആശയമാണ്. കത്തോലിക്ക സഭയിലെ ധ്യാനഗുരുവും അത്ഭുത രോഗശാന്തി ശുശ്രൂഷകനും സുവിശേഷ പ്രഭാഷകനുമൊക്കെയായ സജിത് ജോസഫിനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോയുടെ ഭാഗമായി ഹൈപ്പർ ഗ്രേസിനെ കുറിച്ചും ജോസഫ് പ്രിൻസ് എന്ന സിംഗപ്പൂരുകാരൻ പാസ്റ്ററെ കുറിച്ചും പരാമർശിച്ചിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഹൈപ്പർ ഗ്രേസ് എന്താണെന്നും ജോസഫ് പ്രിൻസ് ആരാണെന്നും പറയാം, അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇതിൽ നമ്മൾ പരാമർശിക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത് ജോസഫ് പ്രിൻസ് എന്ന ഈ സുവിശേഷകനിലൂടെ, ഈ പ്രസംഗകനിലൂടെ ലോകം മുഴുവൻ ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഹൈപ്പർ ഗ്രേസ് എന്ന് പറയുന്ന ഒരു ആശയത്തെ കുറിച്ചാണ്. ആ ആശയം ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ ഇപ്പോൾ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ആ ആശയങ്ങൾ പ്രസംഗിക്കുന്ന ആളുകൾ കേരളത്തിലും ഉണ്ട്. ഒരുപക്ഷെ അവർ പറയുന്നില്ലായിരിക്കും തങ്ങൾ ഹൈപ്പർ ഗ്രേസിന്റെ ആളുകളാണെന്ന്. എന്നാൽ ആ ആശയങ്ങൾ, അതിന് സമാനമായ കാര്യങ്ങൾ ഒക്കെ പറയുന്ന ആളുകൾ കേരളത്തിൽ പെന്തക്കോസ്ത് സമൂഹത്തിലും ന്യൂ ജനറേഷൻ സഭകളിലും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്താണ് ഹൈപ്പർ ഗ്രേസ്? ആരാണ് ജോസഫ് പ്രിൻസ്? നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ വംശജനായ ഒരു സിഖ് പുരോഹിതന്റെയും ചൈനീസ് വംശജയായ അമ്മയുടെയും മകനായി 1963 സിംഗപ്പൂരിൽ ജോസഫ് പ്രിൻസ് ജനിച്ചു. ബാല്യത്തിൽ, അതായത് കൗമാര ആരംഭത്തിൽ 12-ാം വയസ്സിൽ അവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിക്കപ്പെട്ടു. ഒരു IT പ്രൊഫഷണലായാണ് താൻ ജീവിതം ആരംഭിക്കുന്നത്. എന്നാൽ 20-ാം വയസ്സിൽ തന്നെ ഒരു സഭയുടെ സഹസ്ഥാപകനായി മാറ്റപ്പെട്ടു എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പറയുന്നു. ആ സഭയുടെ പേര് ന്യൂ ക്രിയേഷൻ ചർച്ച്. സിംഗപ്പൂരിൽ അതിവേഗം വളർച്ച പ്രാപിക്കുന്ന അതിശക്തമായ ഒരു സഭയാണ് ഇന്ന് ന്യൂ ക്രിയേഷൻ ചർച്ച്. ആ സഭയുടെ സീനിയർ പാസ്റ്ററാണ് ജോസഫ് പ്രിൻസ് എന്ന ഹൈപ്പർ ഗ്രേസ് എന്ന ആശയത്തിന്റെ പ്രചാരകൻ. 1983 മുതൽ ന്യൂ ക്രിയേഷൻ ചർച്ചിന്റെ ഭാഗമായിരുന്ന ജോസഫ് പ്രിൻസ് ആ സഭയുടെ പൂർണ്ണ സുവിശേഷകനായി പാസ്റ്ററായി നിയമിതനാകുന്നത് 1990-ലാണ്. 1990 അദ്ദേഹം ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ ആ സഭയുടെ അംഗസംഖ്യ 150 മാത്രമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് 1997-ലാണ്. തന്റെ ഭാര്യ വെൻഡിയോടൊപ്പം സ്വിറ്റ്സർലൻഡിൽ ഒരു അവധിക്കാലം ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ദൈവത്തിന്റെ പ്രത്യക്ഷത തനിക്കുണ്ടായി, പ്രത്യേകമായ ഒരു ദർശനം തനിക്ക് ലഭിച്ചു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ആ ദർശനത്തിൽ യേശുക്രിസ്തു അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇതുവരെ കൃപയെക്കുറിച്ച് നിന്റെ സഭയിൽ പ്രസംഗിച്ചിട്ടില്ല. സൗജന്യമായ കൃപയെക്കുറിച്ച് നീ നിരന്തരം പ്രസംഗിക്കണം. ഈ വാക്കുകൾ ജോസഫ് പ്രിൻസ് ഏറ്റെടുത്തു. അന്നു മുതൽ അദ്ദേഹം കൃപയെക്കുറിച്ച് പ്രസംഗിക്കുവാൻ തുടങ്ങി. ആ പ്രസംഗങ്ങളാണ് ജോസഫ് പ്രിൻസിന്റെ സഭയെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും എല്ലാം ലോകപ്രസിദ്ധമാകുന്ന നിലയിലേക്ക് മാറ്റിമറിച്ചത്. 1997 തനിക്ക് ദർശനം ലഭിക്കുന്ന കാലത്ത് സഭയുടെ അംഗസംഖ്യ 2000 മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സഭയിൽ അംഗസംഖ്യ 31,000-ആണ്. സിംഗപ്പൂരിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മകളിൽ ഒന്നായി ജോസഫ് പ്രിൻസിന്റെ ന്യൂ ക്രിയേഷൻ ചർച്ച് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്റെ ശുശ്രൂഷ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ ഉയർത്തേണ്ടതിനായി കൃപയെക്കുറിച്ച് പഠിപ്പിക്കുക, യേശു കാൽവറിയിൽ പൂർത്തീകരിച്ച രക്ഷാപദ്ധതിയിലേക്ക് സഭയെ ബോധവൽക്കരിക്കുക. ഇനി നാം ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിലല്ല, കൃപയുടെ അവകാശികളാണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നതാണെന്ന് ജോസഫ് പ്രിൻസ് പറയുന്നു. ലോകമെങ്ങുമുള്ള ക്രിസ്തീയ ടെലിവിഷൻ ചാനലുകളിലൂടെ
ജോസഫ് പ്രിൻസിന്റെ പ്രസംഗങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ജോസഫ് പ്രിൻസിന്റെ ആശയങ്ങളിലേക്ക് ആകൃഷ്ടരായിരിക്കുന്നു. സാധാരണ വിശ്വാസികൾ മാത്രമല്ല, വിവിധ സഭകളിൽ ഉൾപ്പെട്ട, വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട നൂറുകണക്കിന് സുവിശേഷ പ്രവർത്തകർ, പ്രസംഗകർ ഒക്കെ ജോസഫ് പ്രിൻസിന്റെ ആശയങ്ങൾ ഇപ്പോൾ നിരന്തരമായി തങ്ങളുടെ സഭകളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് ജോസഫ് പ്രിൻസിന്റെ ആശയങ്ങൾ? അദ്ദേഹം അതിനെ ഹൈപ്പർ ഗ്രേസ് എന്ന് പറയുന്നില്ല. എന്നാൽ ക്രൈസ്തവ സമൂഹം, തിയോളജിയന്മാരൊക്കെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഹൈപ്പർ ഗ്രേസ് എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ തങ്ങൾ ഹൈപ്പർ ഗ്രേസിന്റെ ഭാഗമാണെന്ന് പറയുന്നതിൽ ലജ്ജിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്തൊക്കെയാണ് ഹൈപ്പർ ഗ്രേസിലെ മുഖ്യ ആശയങ്ങൾ? ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, വിശ്വാസികൾ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, കൃപയ്ക്ക് അധീനരായിരിക്കുന്നവരാണ് വിശ്വാസികൾ. രണ്ടാമത്തേത്, ക്രിസ്തു ക്രൂശിൽ സകലവും പൂർത്തീകരിച്ചു. ഇനി നാം പാപത്തെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ ആകുലപ്പെടേണ്ടതില്ല. മൂന്നാമത്തേത്, വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിനു വേണ്ടി ഒരു വിശ്വാസി തൻ്റെതായി ഒന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നിരർത്ഥകമാണ്. 4, കഷ്ടത, രോഗം, പരീക്ഷ ഇവയൊന്നും ദൈവം ഒരു വിശ്വാസിക്ക് നൽകുന്നില്ല. ദൈവ കൃപയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് കഷ്ടതയ്ക്ക് കാരണമായി മാറുന്നത്. അഞ്ചാമത്തേത്, യേശുക്രിസ്തുവിന്റെ കൃപ ഒരു വിശ്വാസിയെ സമൃദ്ധിയിലേക്കും ആരോഗ്യത്തിലേക്കും വിജയത്തിലേക്കും നയിക്കും. ആറാമത്തേത്, യേശുക്രിസ്തു പുനരുത്ഥാനത്തിനു മുൻപ് പറഞ്ഞ പല കാര്യങ്ങളും പഴയ നിയമത്തിന്റെ ധാർമ്മിക ഉപദേശങ്ങളാണ്. അത് ക്രൈസ്തവർക്കുള്ളതല്ല, യഹൂദന്മാർക്കുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മെ ബാധിക്കുന്ന കാര്യങ്ങളോ നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളോ അല്ല അതൊന്നും. 7, യേശുക്രിസ്തുവിന്റെ കൃപയിൽ വസിക്കുന്ന ഒരാൾ നിരന്തരം പാപങ്ങൾ ഏറ്റുപറയേണ്ട കാര്യമില്ല. കൃപയിൽ വസിക്കുന്ന ഒരാൾക്ക് പാപം ചെയ്യുവാൻ സാധിക്കുകയില്ല. 8, പഴയ നിയമത്തിനും അതിലെ ധാർമ്മിക ഉപദേശങ്ങൾക്കും ഇന്നത്തെ ലോകത്ത് കാര്യമായ പ്രസക്തിയില്ല. 9, ആരോഗ്യം, സമൃദ്ധി, സമ്പത്ത് എന്നിവ ഒരു വിശ്വാസിയുടെ അവകാശങ്ങളാണ്. 10, സുവിശേഷം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശുക്രിസ്തു സകല മനുഷ്യവർഗത്തിനും വേണ്ടി തന്റെ ജീവനെ നൽകിയത് കൊണ്ട് എല്ലാ മനുഷ്യരും സ്വർഗത്തിനും നിത്യജീവനും അവകാശികളായി മാറും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹൈപ്പർ ഗ്രേസിന്റെ ആശയങ്ങൾ. ഈ ഹൈപ്പർ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു അസ്വാഭാവികത നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ഹൈപ്പർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പരിധിക്കപ്പുറം അല്ലെങ്കിൽ അതിരുകൾ ഭേദിക്കുക എന്നൊക്കെയാണ്. അതായത് ദൈവവചനത്തിന്റെ നിയന്ത്രണങ്ങൾക്കും പരിധികൾക്കും അതിരുകൾക്കും അപ്പുറത്തേക്ക് യാത്ര ചെയ്യുക എന്ന് ചുരുക്കം. നോർമൽ അല്ലാത്ത അവസ്ഥ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി എന്താണ് ഈ ഹൈപ്പർ ഗ്രേസിന്റെ അപകടം? വിശദമായി പറയുന്നില്ല, വളരെ ചുരുക്കമായി ഞാൻ വ്യക്തമാക്കാം. കൃപ എന്നത് പുതിയ നിയമത്തിലെ ഏറ്റവും മനോഹരമായ പദമാണ്. ഏതു മനുഷ്യനും കൃപയാലാണ് രക്ഷിക്കപ്പെടുന്നത്. എഫെസ്യ ലേഖനം അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ കൃപ എന്നതിന് മാത്രം പ്രാധാന്യം നൽകുകയും പാപങ്ങൾ ഏറ്റുപറയുക, അനുദിനം ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുക തുടങ്ങിയ അടിസ്ഥാന ദൈവവചന പ്രമാണങ്ങൾക്കും വിരുദ്ധമായി കൃപയെ പ്രതിഷ്ഠിക്കുമ്പോൾ അത് അസ്വാഭാവികമായ ഒരു ഉപദേശമായി മാറ്റപ്പെടുന്നു. കൃപയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് പാപം ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ അത് വേദപുസ്തകത്തിലെ മറ്റു പല അടിസ്ഥാന പ്രമാണങ്ങൾക്കും വാക്യങ്ങൾക്കും വിരുദ്ധമായി മാറുന്നു. നമ്മൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കാണ് അധീനരായിരിക്കുന്നത് എന്ന് ഇവരെപ്പോഴും പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഓർക്കുക, യേശുക്രിസ്തുവോ അപ്പോസ്തലന്മാരോ ഒന്നും ന്യായപ്രമാണത്തെ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ന്യായപ്രമാണത്തിലെ പരിച്ഛേദന പോലുള്ള ചില ആചാരപരമായ നിയമങ്ങൾക്ക് മാറ്റം വന്നു എന്നല്ലാതെ എല്ലാ ധാർമ്മിക നിയമങ്ങളും ക്രൈസ്തവ സഭയുടെയും വിശ്വാസത്തിന്റെയും ഭാഗമായി ക്രിസ്തുവും അപ്പോസ്തലന്മാരും ഉപദേശിച്ചിട്ടുണ്ട്. അതിന് നിരവധിയായ തെളിവുകൾ വേദപുസ്തകത്തിലുണ്ട്.
അതുകൊണ്ട് തന്നെ പഴയ നിയമത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ക്രിസ്തീയമായ ഒരു നിലപാടല്ല, മാർഗമല്ല എന്നുള്ളത് ദൈവവചനപ്രകാരം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ നമ്മൾ ഭൂതകാലത്ത് ചെയ്ത പാപങ്ങളും വർത്തമാനകാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളും ഭാവി കാലത്ത് ചെയ്യുവാൻ പോകുന്ന പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അപകടകരമായ ആശയമാണ്. അത് തികച്ചും ദൈവവചന വിരുദ്ധമായ കാര്യമാണ്. ഒരു വിശ്വാസി ശാരീരിക ആരോഗ്യം, സാമ്പത്തിക സമൃദ്ധി, കഷ്ടതയില്ലാത്ത ജീവിതം എന്നിവയ്ക്കൊക്കെ അവകാശിയാണെന്ന് പറയുമ്പോൾ അതും ദൈവവചനത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശ്വാസത്തെ, ദൈവവചനത്തെ കേവലം ഭൗതിക നേട്ടങ്ങൾക്കുള്ള അടിത്തറയായി, അടിസ്ഥാനമായി വ്യാഖ്യാനിക്കുന്നത് ദൈവവചനത്തിന്റെ മറ്റു പല ഭാഗങ്ങളെയും എടുത്ത് പരിശോധിക്കുമ്പോൾ തികച്ചും തെറ്റായ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യോഹന്നാൻ 16:33 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വാക്കുകളാണത്. വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൽ വേറെയും ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. റോമാലേഖനം 5:20 പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്നുള്ള വാക്യത്തെ വളരെ വികലമായി കോട്ടിമാട്ടിക്കളയുന്നതും ഹൈപ്പർ ഗ്രേസിന്റെ ഉപദേശങ്ങളിൽ ഒന്നാണ്. അപ്പോൾ പാപം ചെയ്യുന്നത് കുഴപ്പമില്ല, അതുകൊണ്ട് കൃപ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഇതും തിരുവചനത്തെ വളരെ വികലമാക്കി മാറ്റി വ്യാഖ്യാനിക്കുന്ന ഒരു വ്യാഖ്യാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസി പൂർണ്ണത പ്രാപിച്ചവരാണ്, അതുകൊണ്ട് ഇനി യാതൊരുവിധ നീതി പ്രവർത്തികളും ആവശ്യമില്ല എന്നുള്ള പഠിപ്പിക്കൽ ഒരാൾ രക്ഷിക്കപ്പെടുന്നതിന് ഒരു പ്രവൃത്തികളും കാരണമല്ല എന്ന് നമുക്കറിയാം. വിശ്വാസം മാത്രം മതി. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അനുദിനം സൽപ്രവർത്തികളിലൂടെ, നീതി പ്രവർത്തികളിലൂടെ, ദൈവവചനപ്രകാരമുള്ള ശുദ്ധീകരണത്തിലൂടെ വിശുദ്ധ ജീവിതം നയിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളത് ദൈവവചനത്തിന്റെ മാറ്റുവാനാകാത്ത പ്രമാണമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. റോമാലേഖനം 8:13 നമ്മൾ വായിക്കുന്നത് ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണമെന്നുള്ളതാണ്. 1 പത്രോസ് 1:14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ദൈവവചനം എന്തു പറയുന്നു എന്ന അടിസ്ഥാനത്തിലായിരിക്കണം ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ അനുദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന് വിരുദ്ധമായതെല്ലാം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശോധന ചെയ്ത് സത്യമേത് കൃത്യമായി അത് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഓരോ ക്രിസ്തീയ വിശ്വാസിയും ചെയ്യേണ്ടത്. ഹൈപ്പർ ഗ്രേസ് പോലെയുള്ള ദുരുപദേശങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾക്ക് മാത്രം അമിത പ്രാധാന്യം നൽകി മറ്റുള്ള ദൈവവചന ഭാഗങ്ങളുടെയും ഉപദേശങ്ങളുടെയും വില കുറച്ചു കളയുന്ന ഇതുപോലെയുള്ള നിരവധിയായ ഉപദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്നു, തകർത്ത് കളയുവാൻ ശ്രമിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വചനത്തിന്റെ സത്യത്തിലേക്കും നിർമ്മലതയിലേക്കും മടങ്ങി വരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കും.